ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗ്രഹൺ വില്ലേജ് ട്രക്കിംഗ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പിന്നിൽ തന്നെയാണ് പാർവതി റിവർ ഫ്ലോ ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണെന്ന് നമുക്ക് കണ്ടിട്ടും തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പിന്നിലാണ് പാർവതി റിവർ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ബാക്കിലാണ്. ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്ന ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് നേരം, ഇപ്പോൾ സമയം എന്തായാലും വൈകുന്നേരം 5:30 ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ പോയി വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പാർവതി വാലിയിൽ, പാർവതി വാലി അല്ല, പാർവതി റിവറിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല ഒരു ആംബിയൻസ് ആണിത്. പോയിട്ട് കാണാം. അപ്പോൾ കുറേ ദൂരം നമുക്ക് പോകണ്ട. ജസ്റ്റ് ഈ സ്റ്റെപ്പ് ഒന്ന് നമുക്ക് കയറി ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റിവർ ഫ്ലോ ചെയ്യുന്ന കാണാൻ പറ്റും. പിന്നെ കുറച്ച് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് നല്ല ഫോട്ടോസും, ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ ആ വെള്ളത്തിൻ്റെ ആ ഒരു കളറും ആ ഒരു സൗണ്ടും എല്ലാം ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. നല്ല വൈബായിരുന്നു. ശരിക്കും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ഈവനിങ്. ഞങ്ങളൊന്നും ചെയ്തില്ല സത്യം പറഞ്ഞാൽ. കുറച്ച് മ്യൂസിക്കിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടും എല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയേ. കാരണം ഇത് ഞങ്ങളുടെ കസോളിലത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നാളെ ഏർലി മോർണിംഗ് ഞങ്ങൾ മണാലിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നാളത്തെ വീഡിയോ മണാലിയിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും. നടന്ന് കളറ് കണ്ടോ വെള്ളത്തിൻ്റെ? നല്ല ഫ്ലോ ആണ്, പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അമേസിങ്, ജസ്റ്റ് അമേസിങ്. വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ഇതാണ്. ഇനി എന്ത് വേണമല്ലേ നമുക്ക്? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഫൈനലി ഈ പാർവതി റിവറിൻ്റെ അവിടെ എത്തി. എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഏരിയ. ഒന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഫോട്ടോന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ കൂടെ വന്നവരോട് ഇരുന്ന് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഒരു സൗണ്ടും എല്ലാം. പാർവതി റിവർ അങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ഈവനിങ് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങൾ ഇരുന്നു, കുറേ സംസാരിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾ ഇനി നാളെ, അതായത് മണാലിയിൽ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ റോഡ് ട്രിപ്പ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തോടെ ഇരുന്നിട്ട് പിന്നെ കുറേ പിക്ചേഴ്സ്, നല്ല നല്ല പിക്ചേഴ്സ് ഞങ്ങൾ എടുത്തു. ഇതൊക്കെ ലൈഫിലെ ഭയങ്കര പ്രഷ്യസായ മൊമെൻറ്റ്സാണ് എനിക്കും. കാരണം നമ്മൾ റിവർ സൈഡിലൊക്കെ പോയിരിക്കുമെങ്കിലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു തെറാപ്പി തന്നെയായിരുന്നു കേട്ടോ അത്. ശരിക്കും ആ ഒരു നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി സോൾ എല്ലാം ഭയങ്കര റിഫ്രഷ്ഡായി. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു പെട്ടെന്ന് തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെ ഞങ്ങൾക്ക് പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.